അഖിൽ മാരാർക്കെതിരായി കൊട്ടാരക്കര പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. ഇയാൾ ബിഗ് ബോസ് വിജയിയായിരുന്നു. നേരത്തെ ബിഗ് ബോസ് നമുക്കറിയാം, വിജയിയായാൽ 50 ലക്ഷം രൂപ ഫ്ലാറ്റ് ഉണ്ടു എന്നെനിക്ക് സംശയമുണ്ട്. 50 ലക്ഷം രൂപ ഉറപ്പ് അത് കിട്ടിയ വ്യക്തിയാണ്. അഖിൽ മാരാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു താത്വിക അവലോകനം എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ പ്രൊഡ്യൂസർ ഗീവറീസ് യോഗനാൻ എന്ന വ്യക്തിയാണ്. അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജ്യദ്രോഹകരമായ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ടത്. അത് ഉടൻ തന്നെ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും BJPയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡൻ്റാണ് പരാതിക്കാരൻ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇയാൾക്കെതിരായിട്ട് 152 BNS പ്രകാരം രാജ്യദ്രോഹ കുറ്റപ്രകാരം കേസെടുത്തു. അതിൻ്റെ BNS 152ൻ്റെ ശിക്ഷ പറയുന്നത് ജീവപര്യന്തം തന്നെയാണ്. അത്ര സീരിയസ് ആയ ഒരു കുറ്റം ആണ് അഖിൽ മാരാറിൻ്റെ പേരിൽ ഇപ്പം ആരോപിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പേജിൽ. ഇന്ത്യയുടെ പല പ്രവൃത്തികളെയും വിമർശിച്ചിട്ടുണ്ട്. അത് പെഹൽഗാം ആ കൂട്ടക്കൊലയുടെ അനുബന്ധിച്ചുള്ള സംഭവവികാസങ്ങളിൽ രാജ്യം വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പം രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം. നമ്മൾ രാജ്യത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന നേതാക്കന്മാരെ ഒപ്പം നിൽക്കണം ഇന്ത്യക്കാർ. അതാണ് രാജ്യസ്നേഹം. പക്ഷേ അവരുടെ ചില പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. BNS 52 പരിധിയിൽ, അതുകൊണ്ടാണ് അത് വന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ ബലൂചിസ്ഥാനിലെ അവിടുത്തെ റിബലായിട്ടുള്ള പാകിസ്ഥാനിലെ റിബലായിട്ടുള്ള ആൾക്കാർക്ക് ആയുധം നൽകി. അങ്ങനെ പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാകാൻ കാരണം ഇന്ത്യയാണ്. അത് ഏത് വിവരക്കേടാണ് ആ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബലൂചിസ്ഥാന് വർഷങ്ങളായി പാകിസ്ഥാനിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യയുടെ സഹായം പല സന്ദർഭത്തിൽ അവർ ചോദിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ സഹായം കൊടുത്തില്ല. അത് ഓപ്പണായിട്ട് ഇന്ത്യൻ നേതാക്കന്മാർ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബലൂചിസ്ഥാനിലെ ഇന്ത്യയുടെ കോറുള്ള അവർ പാകിസ്ഥാനിൽ നിന്ന് വിട്ട് സ്വതന്ത്ര രാജ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. വർഷങ്ങളായി അവിടെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അവിടുത്തെ ഒരു ട്രെയിനിലെ ഒരു ബോഗി അവിടുത്തെ പട്ടാളക്കാർ പോയ സന്ദർഭത്തിൽ, പാകിസ്ഥാൻ പട്ടാളക്കാർ പോയ സമയത്ത് ആ ബോഗി തടഞ്ഞു നിർത്തി ഇവർ കത്തിച്ചടുത്ത ദിവസങ്ങളാണ്. ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ പ്രശ്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ 26 പേരെ വെടിവെച്ച് വന്ന സമയത്ത് ബലൂചിസ്ഥാൻ നമ്മളോട് കൂറ് പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് സൈനികമായ നടപടികൾ അവിടെയുള്ള ടെററിസ്റ്റുകൾക്കെതിരായിട്ട് എടുത്തപ്പം ബലൂചിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേർന്നു. ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. അവരവിടുത്തെ അവരുടെ പ്രവർത്തനങ്ങൾ, അത് പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തികൾ അത് ഇന്ത്യയായിട്ടുണ്ടാക്കി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതാണ് അഖിൽ മാരാരുടെ കണ്ടുപിടുത്തം. അത് ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരിയും കൂടെ എന്നുകൂടി പറഞ്ഞു വെച്ചു. സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും വായിക്കാനുമൊക്കെ നമുക്ക് ഇന്ത്യൻ ഭരണകൂടം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ ഒറ്റുകൊടുക്കാനോ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കാനോ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായിട്ട് സംസാരിക്കാനോ അത് ഒരു പൗരനും അവകാശമില്ല. അത് പൗരൻ്റെ ധർമ്മമാണ്. ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ധർമ്മം പൗരൻ്റെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭരണഘടന സ്വാതന്ത്ര്യം എന്തും വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നുള്ള പേരിൽ ഇന്ത്യക്കെതിരായി സംസാരിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും വരുന്നത്. BJPയുടെ കൊട്ടാരക്കരയിലെ ഭാരവാഹി കൃത്യമായ നടപടിക്ക് വേണ്ടി പോലീസിനെ സമീപിച്ചു. 152 BNS പ്രകാരം കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്,
മലയാള സിനിമയിലെ വളരെയധികം ആൾക്കാർക്ക് പല രീതിയിലുള്ള കേസുകൾ വന്നു തുടങ്ങി. അവർ പോക്സോ കേസിനകത്ത് പലരും പ്രതിയായിട്ടുണ്ട്, റേപ്പ് കേസിനകത്തൊക്കെ പ്രതിയായിട്ടുണ്ട്. സ്ത്രീകളെ, നടികന്മാരെ അവമാനിച്ചതിന് എതിരായിട്ടുള്ള കേസുകൾ പല നടന്മാരുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നു. പലരും മദ്യത്തിന് അടിമയാണ്, പലരും ലഹരിക്കടിമയാണ്. അതിനൊക്കെ അതിശക്തമായ നടപടികൾ പോലീസ് എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പേജിൽ, പ്രത്യേകിച്ച് ഇന്ത്യ വളരെ സങ്കീർണമായ അവസ്ഥയിൽ കൂടെ പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള സ്വതന്ത്രമായ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്തും പറയാനെന്ന് ഞങ്ങൾക്ക് കരുതി ഇതുപോലെയുള്ള തട്ടുന്നവർ തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകും. അതിന് യാതൊരു സംശയമില്ല. അഖിൽ മാരാറിൻ്റെ അവസ്ഥ അതാണ്. അദ്ദേഹം ഒരു സിനിമ എടുത്തിട്ടുണ്ട്. സിനിമയുടെ അതിൻ്റെ ഹെഡിങ് തന്നെ ഒരു താത്വിക അവലോകനം എന്നൊക്കെ തന്നെയാണ്. അദ്ദേഹം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കുന്നു, അത് ശരിയായിരിക്കും. പക്ഷേ രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാനിലെ അവിടുത്തെ ആ സംഘർഷഭരിത അവസ്ഥ ഉണ്ടാക്കിയത് ഇന്ത്യയാണെന്ന് എത്രയോ വർഷം കൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം അന്നു മുതൽ തുടങ്ങിയതാണ് അവിടുത്തെ സംഘർഷം. അവർക്ക് ഒരു പ്രത്യേക പ്രൊവിൻസായിട്ട്, രാജ്യമായിട്ട് അവർക്ക് പ്രവർത്തിക്കണം. അവിടെയുള്ള കമ്മ്യൂണിറ്റിക്കാർ, അവിടെയുള്ള ട്രൈബ് അല്ലെങ്കിൽ അവിടെയുള്ള കമ്മ്യൂണിറ്റി, അവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം. ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വർഷങ്ങളായി അവർ, അന്നൊന്നും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം 10 വർഷം മുമ്പ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് എത്രയോ സ്വാതന്ത്ര്യം പ്രാപിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ബലൂചിസ്ഥാൻ്റെ അവരുടെ സ്വാതന്ത്ര്യ മോഹവും സ്വാതന്ത്ര്യമായ അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പ്രത്യേക രാജ്യമാകുന്നതിന് വേണ്ടി അവരുടെ ഫൈറ്റും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ, പഠിക്കാതെ ഇതുപോലെയുള്ള അവലോകനം തീർച്ചയായിട്ടും വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും. നമുക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കോണം സിനിമാ പ്രവർത്തകരും ഇതുപോലെ ചിന്തിക്കുന്നവരും. ഏതായാലും അഖിൽ മാരാറിന് ഈ അറിയപ്പെടുന്നത് കേരളത്തിലെ അദ്ദേഹം ബിഗ് ബോസിനകത്ത് വന്ന ശേഷം തന്നെയാണ്. അതിനുശേഷം ഇവിടെയുള്ള ചെറുപ്പക്കാരും മറ്റുള്ളവരും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, ആ ബിഗ് ബോസിനകത്ത് പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ പിന്നീട് എടുത്തപ്പം അതിൻ്റെ നഷ്ടമാണോ ലാഭമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഹെഡിങ് തന്നെ ഒരു താത്വിക അവലോകനം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ആ കഴിവും ബുദ്ധിപരമായ ചിന്തയും കണക്കാക്കി തന്നെയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ജീവപര്യന്തം തടവ് വരെ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പിലാണ് ഇപ്പം കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് അത് വിഡ്രോ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും, അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പോലീസ് അതുകൊണ്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്.